ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ താരയെ കൊണ്ട് ആ വലിയൊരു ക്രൂരത ചെയ്യാനൊരുങ്ങാണ് നമ്മുടെ സരയു കേട്ടോ. സരയുടെ സ്വഭാവമാണെങ്കിൽ ആകെ മാറിയെന്ന് പറഞ്ഞ സന്തോഷത്തിലാണ് ചന്ദ്രസേനും അതുപോലെ തന്നെ രൂപയും കിരണും കല്യാണിയൊക്കെ. കാരണം കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് സരയു തന്നെ മനോഹരനെ കൊണ്ട് കാണിച്ചല്ലോ. അതെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കിരണിനോട് ചന്ദ്രസേന പറയുന്നുണ്ട്, എന്തായാലും സരയുവിൻ്റെ ഈ ഒരു മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവള് മാറിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കുഞ്ഞിനെ കൊണ്ട് അവള് തന്നെ കൊണ്ട് മനോഹരനെ കാണിച്ചത് ഇത് നല്ലൊരു മാറ്റം തന്നെയാണ്. പക്ഷെ അപ്പോഴും നമ്മുടെ കല്യാണി മോളെ കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ വന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അല്ല, നീ നിന്റെ കൂട്ടുകാരനോട് CCTV കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് അവനതൊക്കെ നോക്കിയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന കിരൺ പറയണ്ട, അച്ഛാ ഞാൻ അത് സേവിയർ എന്ന് പറഞ്ഞ കൂട്ടുകാരനാണ്. ഞാൻ അവിടെ ഏകദേശമൊക്കെ CCTVയും കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു. അവൻ നോക്കിയായിരുന്നു. പക്ഷേ അവനൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു നമ്പർ പ്ലേറ്റ് ഉള്ള ഒരു ബൈക്കിനാണ് വന്നത്. പിന്നെ മുഖം മൂടിയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പാച്ച, അത് നമ്മുടെ വിക്രത്തിന്റെ കൂട്ടുകാരൻ തന്നെയാണ്, ഒരു സംശയമില്ല. അതെന്താ നിനക്ക് അത്ര ഉറപ്പ്? ഗംഗപ്രസാദിന്റെ കൂട്ടുകാരനായിക്കൂടെ? ഒരിക്കലും ഇല്ല അച്ഛാ. ഗംഗയുടെ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കാർത്തികേയനെ ആയിരിക്കും. അച്ഛൻ തന്നെ ആലോചിച്ച് നോക്ക്, കല്യാണിനെ ആയിരിക്കില്ല. കല്യാണിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരു ആളുള്ളത് വിക്രമായിരുന്നു. അപ്പൊ അവൻ മരിച്ച സ്ഥിതിക്ക് അവന്റെ കൂട്ടുകാരൻ തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവാ. എടാ, അവന്റെ കൂട്ടുകാരനൊക്കെ ഇത്രയും വലിയ ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അവൻ ഇത്രയും നാള് അപ്പോൾ ജയിലിലായിരുന്നു. ആ സമയത്തൊന്നും ശത്രുത തീർക്കാനോ പക തീർക്കാനോ ഒന്നും ഈ കൂട്ടുകാരന്മാരൊന്നും കണ്ടില്ലല്ലോ. അച്ഛൻ ആ പറഞ്ഞത് ശരി തന്നെയാണ്. ആ സംശയം എനിക്കുമുണ്ട്. പക്ഷെ വിക്രത്തിന്റെ കൂട്ടുകാരനാണ് ആവാനുള്ള ചാൻസ് എന്നാണ് കല്യാണിയുടെ അച്ഛനും. കഴിഞ്ഞ ദിവസം കല്യാണി കാദംബരിയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നില്ലേ? അപ്പൊ കല്യാണിന്റെ അച്ഛനും പറഞ്ഞത് അവര് തന്നെ ആയിരിക്കും എന്നാണ്. അപ്പോ കല്യാണിന്റെ അച്ഛനോട് പറഞ്ഞു കല്യാണിനെ കുത്താൻ വന്നപ്പോ ഷാരിക്ക് കുത്തിയ കിട്ടിയ കാര്യമൊക്കെ. കല്യാണി അത് പറയണ്ടെന്നാണ് അച്ഛൻ വിചാരിച്ചത്. കാര്യം അച്ഛനെ വിഷമം ഉണ്ടെന്ന് പറയണ്ടെന്നോ വിചാരിച്ചാണ് കല്യാണി. പക്ഷെ കാദംബരിയുടെ വായിന്ന് അറിയാതെ വീണു. കല്യാണിനെ കുത്താൻ വന്ന ആൾക്കാർ ഷാരി ആന്റിനെ കുത്തിയിട്ടാണ് പോയത്. എന്നിട്ട് കല്യാണിയുടെ അച്ഛന് വല്ലാത്ത വിഷമവും ആകെ ടെൻഷനും കാര്യങ്ങളാ. ഇപ്പൊ ആകെ അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രമേ മനസ്സിലുള്ളൂ, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പുറത്തിറങ്ങി മക്കളുടെ കൂടെ നിൽക്കണോന്ന്. എടാ, ഇനിയിപ്പോ അടുത്ത ആഴ്ചയാണല്ലോ കോടതി കൂടുന്നത്. ആ സമയത്ത് വക്കീല് പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി പ്രകാശിനോട് പറഞ്ഞാൽ മതി. അതൊക്കെ ഞാൻ കല്യാണി അടുത്ത് പറഞ്ഞിട്ടുണ്ട് അച്ഛാ. കല്യാണി പറഞ്ഞിട്ടുണ്ട്, അച്ഛനത് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രാവശ്യം കോടതി കൂടുമ്പോഴേക്കും കല്യാണിയുടെ അച്ഛൻ കുറ്റം സമ്മതിക്കാൻ പോകുന്നില്ല. വിക്രം തൂങ്ങി മരിച്ചു എന്ന രീതിയിൽ തന്നെ പറയത്തുള്ളൂ. അതോടുകൂടി തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, വേറെ ആരും പരാതിപ്പെടാനില്ലാത്തത് കൊണ്ട് തന്നെ കല്യാണിയുടെ അച്ഛൻ പുറത്തിറങ്ങാൻ എല്ലാ ചാൻസും ഉണ്ട്. അത് മതിയടാ, അയാൾ എന്തായാലും പുറത്ത് ജീവിക്കേണ്ടതാണ്. കല്യാണിക്ക് അമ്മയെ നഷ്ടപ്പെട്ടു. ഈ ഇടയായിട്ടാണ് അച്ഛൻ സ്നേഹിക്കാൻ തുടങ്ങിയത്. അപ്പൊ അച്ഛനെ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത് എന്തായാലും നന്നായി എന്ന് ചന്ദ്രസേനും പറയാട്ടോ. അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ താരയുടെ അടുത്തേക്ക് കുറച്ച് പൊടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് യഥാർത്ഥ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണി വരുമ്പോഴേക്കും നിങ്ങൾ ഈ പൊടി അവൾക്ക് കൊടുക്കുന്ന പാലിലോ ജ്യൂസിലോ കലക്കി കൊടുക്കണം കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ താര ആദ്യം അതിനൊന്ന് മടിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യില്ലേ? നോക്ക്, ചെയ്തില്ലെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരിക്കലും എന്നെ മോളെ എന്ന് വിളിക്കാനും എന്നെ കാണാനും വരണ്ട. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മോളില്ല, നിങ്ങളുടെ മോള് ചത്തു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി എന്ന് പറയണം. അപ്പൊ താര ഇല്ല, എനിക്ക് നിന്നെയാണ് വലുത് എന്ന് പറയണ്ട്. അപ്പൊ ഞാനാണ് വലുതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തേ പറ്റൂ. കല്യാണി വരുമ്പോഴേക്കും ജ്യൂസിൽ എങ്ങാനും ഈ വിഷം ചേർത്ത് കൊടുക്കണം. അതോടുകൂടി അവള് ഫ്ലാറ്റ്, അവള് മരിച്ചോളും. പിന്നെ ഞാനും കിരണും സുഖമായിട്ട് ജീവിക്കണത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ കൺമണി മോള് മാത്രമല്ല നിങ്ങളുടെ കൊച്ചുമകളായിട്ടുള്ളൂ. പിന്നീട് കല്ലുമോനെ ഞാൻ എൻ്റെ സ്വന്തം മകനെ പോലെ ഞാൻ വളർത്തും. പിന്നെ അത് മാത്രമല്ല, എനിക്കും കിരണിനും വീണ്ടും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുമ്പോൾ എല്ലാവർക്കും അത് സന്തോഷത്തോടെ കണ്ടു നിൽക്കാം. കല്യാണം എന്ന് പറഞ്ഞ ആള് പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പൊ എനിക്ക് നന്നായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ കമ്പനിയിലെ കാര്യങ്ങൾ കല്യാണി നോക്കുന്ന പോലെ ഞാൻ നോക്കിക്കോളാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജീവിക്കുകയും ചെയ്യാം. മനസ്സിലായോ? അതുകൊണ്ട് ഈ പൊടി എന്തായാലും കല്യാണി വരുമ്പോഴേക്കും ജ്യൂസിൽ കലക്കി കൊടുക്കണം എന്ന് പറയാണ്. താരാത് മനസ്സോടെ സമ്മതിക്കാണ്. അങ്ങനെ സരയോട് സന്തോഷമാവാണ്. അത് വൈകിപ്പിക്കാനൊന്നും പാടില്ല, പറ്റുമെങ്കിൽ നാളെ തന്നെ കാര്യം നടത്തണം. ശരി എന്ന് താരയും പറയുന്നുണ്ട്. അങ്ങനെ സരി പിറ്റേ ദിവസം രാവിലെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കമ്പനിയിലേക്ക് പോകുന്നൊരു കാര്യം. താര കാര്യം നടത്തോലോ എന്ന് ആലോചിച്ചിട്ട്
അങ്ങനെ സരയുവാണെങ്കിൽ താരനെ കാണാൻ വേണ്ടി താരയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് താരയാണെങ്കിൽ കല്യാണിനെ വിളിച്ചിരുത്തുന്നുണ്ട്. ആ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് വീട്ടിലേക്ക് ഇരുത്താണ്. അതിനുശേഷം താരാൻറ്റി ഇപ്പൊ ഇവിടെ സരയും ഇല്ല, പിന്നെ എൻ്റെ കൂടെ കിരണേട്ടനും ഇല്ല. താരാൻ്റെ അടുത്ത് മനസ്സ് തുറന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആരെങ്കിലും കൂടെ ഉള്ളപ്പോഴല്ലേ താരാൻറ്റിക്ക് എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് താരാൻറ്റി ഞാൻ താരാൻറ്റിയുടെ അടുത്തേക്ക് വന്നത്. എന്താ താരാൻറ്റി, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്ന് പറ. അല്ല ആൻറ്റി ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ആൻറ്റിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാൻ വേണ്ടി പറയാണ്. താര പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ആദ്യം കുടിക്കാൻ കുറച്ച് ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും എടുത്തു ആൻറ്റി എന്ന് കല്യാണി പറയാണ്. അങ്ങനെ താര ജ്യൂസ് എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവാണ്. ഓറഞ്ച് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് 2 ഗ്ലാസ്സിൽ എടുക്കുന്നുണ്ട്. ഒന്ന് താരക്കും ഒന്ന് കല്യാണിക്കും. എന്നിട്ട് താര ആ ജ്യൂസിൽ ഒരെണ്ണത്തിൽ വിഷം കലക്കാണ്. സരയു പറയുന്ന പോലെ വിഷം കലക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തായാലും സ്വപ്നം കാണുന്നതൊന്നുമല്ല. അതിനുശേഷം നമ്മുടെ താരയാണെങ്കിൽ ആ ജ്യൂസ് കല്യാണിക്ക് കൊടുക്കുന്നതായിട്ടാണ് പ്രൊമോയിൽ കണ്ടത്. കല്യാണി അത് കുടിച്ചതിന് ശേഷം നിലത്തേക്ക് വീണ് ജീവന് വേണ്ടി പെടയുന്നുണ്ട്. അത് കണ്ട് നമ്മുടെ താരയാണെങ്കിൽ നിലവിളിക്കുകയാണ്. കല്യാണിന്റെ ജീവന് വേണ്ടി ഇങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താര കേട്ടോ, വിഷം കലക്കി കൊടുക്കണം താരയാണ്. കല്യാണി മരണവെപ്രണം കാണിക്കുമ്പോൾ അത് കണ്ട് വിഷമിച്ച് പൊട്ടിക്കരയാണ് താര. അതിനുശേഷം ആ ഒരു ഷോക്കിലാണോന്ന് അറിയില്ല, താരക്കിനി സംസാരശേഷി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സംസാരശേഷി കിട്ടുകയാണെങ്കിൽ പോലീസുകാർ 2 അടി അടിക്കുമ്പോഴേക്കും താര സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോളും. എന്തായാലും താര അങ്ങനെ ചെയ്യില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും പ്രൊമോയിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് ഭാഗങ്ങൾ എന്തായാലും പറയാം. അങ്ങനെ താരയാണെങ്കിൽ കല്യാണിക്ക് ജ്യൂസിൽ വിഷം കലക്കി കൊടുക്കുമ്പോൾ കല്യാണി അങ്ങനെ മരണവെപ്രാളം കാണിക്കുന്നുണ്ട്. ശേഷം കല്യാണിനെ കാണാതാകുമ്പോൾ എന്തായാലും കിരൺ അന്വേഷിച്ച് അവിടെ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ സമയത്തായിരിക്കും കല്യാണി ഇങ്ങനെ ജീവന് വേണ്ടി പെടഞ്ഞ് മരിക്കുന്നൊരവസ്ഥ കിരൺ കാണുന്നത്. കിരൺ അപ്പം തന്നെ കല്യാണിനെ എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഡോക്ടർമാർ ഇത് കണ്ടുപിടിക്കില്ല, അങ്ങനത്തെ ഒരു പ്രത്യേക തന്നെ പൊടിയാണ് എന്നൊക്കെ പറഞ്ഞ് സരയു വെറുതെ കൊടുത്തിട്ട് താരയുടെ കയ്യില്. താരനെ പോലീസ് പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ, ആർക്കാ നഷ്ടം? താൻ തന്നെ പോറ്റമ്മയായിട്ടുള്ള ഷാരിയുടെ കൂടെ നിൽക്കും. അങ്ങനെ തന്നെയാണ് സരയു ഓർത്തിരിക്കുന്നത്. അങ്ങനെ പോലീസിലും കാര്യങ്ങളിലൊക്കെ കിരൺ വിവരം അറിയിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ് കല്യാണി കുടിച്ചതെന്നും കഴിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ചോദിക്കുമല്ലോ. ആ സമയത്ത് തീർച്ചയായിട്ടും കിരൺ പറയുക തന്നെ ചെയ്യും. ഇങ്ങനെ ആന്റിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ജ്യൂസും കാര്യങ്ങളാണ് കുടിച്ചതെന്ന് പറയുമ്പോൾ ആ ജ്യൂസിൽ വിഷം അടങ്ങിയിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ആയിരിക്കും നമ്മുടെ ശരിക്കും പറഞ്ഞ കിരൺ ആ സമയത്താണ് താരേനെയും സരയുനെയും ഒക്കെ സംശയിക്കാൻ വേണ്ടി പോണത്. അപ്പോഴും താര അങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സംശയം നമ്മുടെ കിരണിന് ഉണ്ടാകും. അപ്പോ രതീഷ് എന്തായാലും പറയും, സാറേ ഇനി സരയുനെ സംശയിച്ചേ പറ്റൂ. അവളുടെ വളർത്തമ്മയായിട്ടുള്ള ഷാരിനെ കൊണ്ട് ഗുണ്ടകൾ വന്നപ്പോഴേക്കും വാതിൽ തുറന്നു കൊടുത്തു. ഗുണ്ടയുടെ അകത്ത് കയറ്റി കല്യാണിനെ കുത്തിക്കൊല്ലാൻ നോക്കി. ഇപ്പൊ കല്യാണി എടുത്ത് പെറ്റമ്മയായിട്ടുള്ള താരയെടുത്ത് പറഞ്ഞിട്ട് ജ്യൂസിൽ വിഷമോ എന്തോ കലക്കി കൊടുത്തിട്ടാണ് കല്യാണിനെ കൊല്ലാൻ നോക്കിയത്. ഇതിനെല്ലാത്തിനും കാരണക്കാരി കല്യാണി മരിക്കാനും കല്യാണി അപകടം വരാനും കാരണക്കാരിയെല്ലാം സരയുവാണെന്ന് രതീഷ് പറയുകയും ചെയ്യും. അപ്പൊ എന്തായാലും കിരൺ സംശയിക്കാതിരിക്കില്ല. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.